സാധാരണ നമ്മൾ കേട്ട് തഴമ്പിച്ചൊരു പിതാവില്ലേ ലുഖ്മാൻ സൂറത്ത് തന്നെയില്ലേ. ഇത് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു. ലുഖ്മാൻ മകന് ഉപദേശം കൊടുക്കുമ്പോ ആദ്യം പറഞ്ഞതെന്താ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. കുഞ്ഞുമോനെ, നീ ശിർക്ക് ചെയ്യരുത്. ശിർക്ക് ഒരിക്കലും അല്ലാഹു പൊറുക്കാത്ത വമ്പിച്ച അക്രമം തന്നെ. അവിടുന്ന് അങ്ങോട്ട് എന്തെല്ലാം വിശദീകരിച്ചു കൊടുക്കാനുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കാൻ, കുട്ടിയുടെ മനസ്സിൽ പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കണം. ബാപ്പ കണ്ടാലും ഉമ്മ കണ്ടാലും നാട്ടുകാർ കണ്ടാലും ഗുരുനാഥൻ കണ്ടാലും സ്കൂളിലെ മാഷ് കണ്ടാലും ടീച്ചർ കണ്ടാലും കണ്ടില്ലെങ്കിലും ഒക്കെ മോനെ കാണുന്ന ഒരാളുണ്ട് എന്നുള്ള ബോധം ഉണ്ടാക്കണം. അത് ഏറ്റവും പ്രധാനം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. കുഞ്ഞുമോനെ, നീ എത്ര സ്വകാര്യമായിട്ട് വളരെ ഒരു രഹസ്യമായിട്ടൊരു കാര്യം ചെയ്താലും, നീ എവിടെ വെച്ച് ചെയ്താലും, പ്രപഞ്ചത്തിന്റെ ഏത് മുക്കുമൂലയിൽ വെച്ച് നീ ചെയ്താലും, ആര് കണ്ടിട്ടില്ലെങ്കിലും അത് അള്ള കൊണ്ടുവരും മോനെ. നീ ചെയ്ത അമല് അള്ളാഹു അറിയുന്നുണ്ട് മോനെ, അള്ള കേൾക്കുന്നുണ്ട് മോനെ, അള്ളാഹു അത് രേഖപ്പെടുത്തുന്നുണ്ട് മോനെ. അവനെല്ലാം സൂക്ഷ്മമായി അറിയുന്ന, നിനക്കത് പറഞ്ഞു തരുന്ന ലതീഫും ഖബീറുമാകുന്നു. ആ ബോധം മനസ്സിലുണ്ടായി കഴിയണം. അതാ ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ ബാപ്പ കാണുമ്പോ നല്ല ഉഷാറ്, ഇല്ലാത്ത നേരത്തോ മോശാവില്ലേ? ആ ഒരു ചിന്ത, അള്ളാഹുവിനെ പറ്റി, റഹ്മാനായ റബ്ബിനെ പറ്റിയുള്ള വിശ്വാസം, റസൂലുള്ളാഹിനോടുള്ള ബഹുമാനം, നല്ലവരെ സ്നേഹിക്കാനുള്ള താല്പര്യം, ഉമ്മയാര് ഉപ്പയാര് എന്ന ചിന്ത ആ നിലക്ക് സമൂഹത്തിൽ വളർത്തിയെടുക്കണം. അതോടൊപ്പം ഏറ്റവും പ്രധാനമാണ് നിസ്കാരം. യാ ബുനയ്യ അഖിമിസ്സലാ, മോനെ നീ നിസ്കാരം നിർവഹിക്കണേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മുറു ഔലാദകും ബിസ്സലാഹ്, നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ നിസ്കാരത്തിന് കൽപ്പിക്കണം. വഹും അബ്നാഉ സബ്അ സിനീൻ, 7 വയസ്സാകുമ്പോ തന്നെ നിസ്കരിക്കാൻ കൽപ്പിച്ചുകൊള്ളണം. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10 സിനീന, അവർ 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ ശിക്ഷിക്കണം അവരെ. നമ്മൾ എത്ര തവണ അടിച്ചിട്ടുണ്ട്? ഭക്ഷണം കഴിക്കാത്തതിന് അടിച്ചിട്ടുണ്ട്, മരുന്ന് കഴിക്കാത്തതിന് അടിച്ചിട്ടുണ്ട്, ഹോംവർക്ക് ചെയ്യാത്തതിന് അടിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനിൽ തജ്വീദ് വരാഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട്. അല്ലേ? അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ എത്ര ശിക്ഷിച്ചു? ആവശ്യമുള്ളയിടത്ത് എത്ര ശിക്ഷ നൽകി? ചിന്തിച്ചോ നമ്മൾ? ആ സമയത്ത് കൊടുത്തോളൂ. പിന്നെ റസൂലുള്ള ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, വഫർരിഖൂ ബൈനഹും ഫിൽ മദാജിഇ, 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കിടപ്പ് സ്ഥലങ്ങളിൽ അവരെ വേർപ്പെടുത്തണേ. 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി വേറെ വേറെ വിരിപ്പ് കിടക്കണം. വേറെ വേറെ വിരിപ്പി കിടക്കണം. ഒരു പുതപ്പിനുള്ളിൽ ഒരാണും പെണ്ണും കിടന്നുകൂടാ, ഒരാണും ആണും കിടന്നുകൂടാ. സ്വന്തം മക്കളെ കാര്യമായി പറയുന്നത്, അന്യരെ കാര്യമല്ല. ജ്യേഷ്ഠാനുജന്മാര് അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി അനിയത്തി അല്ലെങ്കിൽ ജ്യേഷ്ഠനും അനിയത്തിയും ഒരു പുതപ്പിനുള്ളിൽ കിടന്നുകൂടാ. 10 വയസ്സ് കഴിഞ്ഞാൽ റസൂൽ പറയണം മാറ്റിക്കിടത്തിക്കൊള്ളണം. അത് ഇസ്ലാമിന്റെ സംസ്കാരം പഠിപ്പിക്കണം. അവിടെ ഒരു പുതപ്പിൽ ഉറങ്ങിക്കൂടാ, വേറെ വേറെ കിടത്തണം. എന്താ ഇതിന്റെ കാരണമൊന്നും വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഈ സമൂഹത്തെ പടച്ച തമ്പുരാന്റെ പ്രവാചകനതാ തെർബിയത്ത് കൊടുക്കുകയാണ്. വേണ്ട സമയത്ത് വേണ്ട നിർദ്ദേശം. അത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്താൽ പറ്റൂല. അപ്പൊ തന്നെ പഠിപ്പിക്കേണ്ടത് അപ്പൊ തന്നെ പറയണം. ആ നിലക്ക് കണ്ടോ സംസ്കാരം, സംസ്കാരം തീർന്നോ? വഅ്മുറു ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. മക്കൾക്ക് അതിന് പരിശീലനം കൊടുക്കണം. നല്ല കാര്യം ഉപദേശിക്കുക, ചീത്ത കാര്യം കണ്ടാൽ അതിനെ തടയുക. നമ്മളെന്താ പറയാ, മോനൊന്നും ഉണ്ടാൻ വേണ്ട, ഒന്നും പറയാൻ വേണ്ട. ചെറുപ്പത്തിലെ കുട്ടികളെ ഭീരുക്കളാക്കണം. ഒരാളോട് നല്ല കാര്യം പറയാൻ അനുവദിക്കൂല, ഒന്നും പറയാൻ പാടില്ല. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അതിന് വേണ്ട രൂപത്തിലുള്ള പരിശീലനങ്ങൾ കൊടുക്കണം. സബർ, ക്ഷമ വേണം മോനെ എന്ന് പഠിപ്പിക്കണം. ക്ഷമിക്കാനുള്ള പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ദഅവത്ത് നടത്തുമ്പോൾ ക്ഷമ വേണം. നിങ്ങൾ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടാവില്ല. ദഅവത്ത് നടത്തുന്നവൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ട് പറയാൻ കഴിയോ? അപ്പൊ ആളുകളിൽ നിന്ന് കുത്തുവാക്കും പരിഹാസവും പീഡനവും മർദ്ദനവും അക്രമവും കൂക്കും പരിഹാസവും ഒക്കെ ഉണ്ടാകും. അപ്പൊക്കെ സഹിക്കണം, ക്ഷമിക്കണം. അതും പറഞ്ഞു കൊടുക്കണം. ആളുകളോടുള്ള പെരുമാറ്റം വളരെ നന്നാവണം. നല്ല സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. വലാ തുസഖിർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളോട് സംസാരിക്കുമ്പോ കവള് കോട്ടി സംസാരിക്കരുത്. അവരുടെ മുഖത്ത് നോക്കി വിനയത്തോടെ സംസാരിക്കണം. നീ അഹങ്കാരിയായി നടക്കരുത്. ശബ്ദമുയർത്തിയിട്ട് എപ്പോഴും ഇങ്ങനെ കലവല ശബ്ദമുണ്ടാക്കരുത്. വിനയം വേണം, നല്ല സ്വഭാവം വേണം. ഇതൊക്കെ ലുഖ്മാൻ തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങളാണ്.
സുഹൃത്തുക്കളെ, ഈ നിലക്ക് ആവശ്യമായതെന്തും ചെറുതും വലുതുമായ ഏത് കാര്യങ്ങളിലും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നമ്മുടെ മക്കളെ ശരിയായ നിലക്ക് ഇങ്ങോട്ട് വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഏറ്റവും വലിയ രൂപത്തിലുള്ള ഈ ദുനിയാവിൽ അവരെ കൊണ്ടുള്ള ഉപകാരങ്ങൾ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, പരലോകത്ത് നമ്മൾ പരാജയപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.